ഞാൻ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ മെസ്സേജ് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുന്നത്. ഈ സീസണിൽ ദൈവം പലരുടെ ജീവിതത്തിന്മേലും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാനിടയായിത്തീരും. ഒരു വലിയ ദൈവിക മാറ്റം നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. എനിക്കറിയാം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടഭാരത്തിൽ നിന്നുകൊണ്ട്, അത് നിന്റെ ആരോഗ്യമാകാം, അത് നിന്റെ സമ്പത്തായിരിക്കാം, അത് നിന്റെ ബിസിനസ് ആയിരിക്കാം, അത് നിന്റെ ജോലിയായിരിക്കാം, ഏതൊക്കെ മേഖലകളിൽ നിനക്ക് നഷ്ടം സംഭവിച്ചു എന്നാണോ നീ പറയുന്നത്? അവൻ സകലതും ചെയ്തു നോക്കി ഒന്നും നടക്കുന്നില്ല എന്നാണോ നീ പറയുന്നത്? ഇന്നത്തെ വേർഡ് നിങ്ങൾക്കുള്ളതാണ്, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ദൈവം മാറ്റങ്ങൾ വരുത്തിയിരിക്കും. നീ നഷ്ടത്തിൽ കൂടി കടന്നു പോകുവാനല്ല, നീ പരാജിതനായി മുന്നേറുവാനല്ല, നീ തകരപ്പെട്ട അനുഭവത്തിൽ ഇരിക്കുവാനല്ല എൻ്റെ ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവവചന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ആരൊക്കെ അവരുടെ ഏറ്റവും ബലഹീനമായ അനുഭവത്തിൽ കൂടി കടന്നുപോയിട്ടുണ്ടോ അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ്, നിന്റെ നഷ്ടം ലാഭമാകാൻ പോകുന്നു, നിന്റെ രോഗം സൗഖ്യമാകാൻ പോകുന്നു, നിന്റെ ദാരിദ്ര്യം സമ്പന്നതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഞെരുക്കിയ ശക്തികളിൽ നിന്ന് നിന്റെ ജീവിതത്തിന്മേൽ വിജയങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. വ്യക്തികളുടെ മേൽ നഷ്ടമിട്ട് ഇല്ലായ്മ ചെയ്യുന്ന അവരെ തകർച്ചയിലേക്കും അവരെ ദുഃഖത്തിലേക്കും കൊണ്ടുവരുന്ന ദുഷ്ടശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഴിഞ്ഞു മാറട്ടെ. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. വിശ്വാസത്തോടുകൂടിയ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവിക മാറ്റത്തിനു വേണ്ടി നിങ്ങൾ റെഡിയാവുക. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മൾക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ന് തൊട്ട് നമ്മൾക്ക് തുടർച്ചയായി വീഡിയോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ കുറച്ച് തിരക്കായ കാരണത്താൽ വീഡിയോ റെഗുലറായി എനിക്ക് ഇടാൻ പറ്റുകയില്ല. പലരും വിളിച്ചു ചോദിക്കുവാനിടയായിത്തീർന്നു, എന്താണ് സംഭവിച്ചത്? വീഡിയോ കിട്ടുന്നില്ലല്ലോ. പലരുടെയും ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദൈവിക വചനത്തെ അവർ സ്വീകരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. സഹോദര സഹോദരി, വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കണ്ടിരിക്കും, ദൈവം ചെയ്തിരിക്കും. ഒരു ശക്തമേറിയ ദൈവവചനം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എൻ്റെ പക്കൽ വരമേൽപ്പിച്ചിട്ടുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ നിന്നാണ്. ഇതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് പത്രോസിന്റെ പടകിലേക്ക് യേശു കടന്നു വരുന്ന ഭാഗമാണ്. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ രാത്രി മൊത്തം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നഷ്ടം മാത്രമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയല്ല നിങ്ങളും പറയുന്നത്? ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിന്മേൽ ഒന്നും നടക്കുന്നില്ല ബ്രദറെ. ഇങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ കൂടി നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്റെ നഷ്ടങ്ങൾ എൻ്റെ ദൈവം എടുത്തു മാറ്റും. ഈ സീസണിൽ നിന്റെ ജീവിതത്തിന്മേൽ വലിയ ദൈവത്തിന്റെ കരം വന്നു ചേരുവാനിടയായിത്തീരും. സംഭവിച്ചെന്താണെന്ന് അറിയാമോ? ഇങ്ങനെ നഷ്ടത്തിലിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിന്മേൽ എൻ്റെ യേശു വന്നു കയറുവാനിടയായിത്തീർന്നു. എന്നിട്ടും അവന്റെ നഷ്ടത്തെ പറ്റി ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. അവന്റെ പടക് എടുത്തിട്ട്, ഞാൻ ഒരു മെസ്സേജിൽ ഇതിന്റെ ഒരു ഭാഗം ഞാൻ സ്പർശിച്ചതാണ്,
അവന്റെ പടകെടുത്തിട്ട് യേശു സംസാരിക്കുന്നത് മൊത്തം സമൂഹത്തോടായിരുന്നു, ജനത്തോടായിരുന്നു. ഇന്ന് ജീവിതത്തിന്റെ മേഖലകളിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് കുറെ നാളായി, ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവം എൻ്റെ ജീവിതത്തിന്മേൽ ഒരു മറുപടി പോലും തരുന്നില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ കൈവിട്ടു എന്നല്ല. ജനത്തിൽ നിന്ന് യേശുവിൻ്റെ ശ്രദ്ധ ഒരു ദിവസം നിന്റെ പക്കലേക്ക് വരും, നിന്റെ അടുക്കലേക്ക് വരും, നിന്റെ കുടുംബത്തിലേക്ക് വരും. അന്ന് നിന്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും നിന്റെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിൻ്റെയും നിന്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെയും ദിവസമാണ് എന്ന് വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. പത്രോസിന്റെ പടകിൽ യേശു കയറി. പത്രോസിനോട് ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജനത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി യേശു പത്രോസിനെ നോക്കുവാനിടയായി. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ആഴത്തിലേക്ക് ഇറങ്ങി മീന് നീ വല ഇറക്കിക്കോ. പത്രോസ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാൻ മൊത്തം അധ്വാനിച്ചു ഗുരു, എനിക്കൊന്നും കിട്ടിയില്ല. ചില രാത്രികളിൽ നിങ്ങളുടെ അധ്വാനം സീറോ ആയി മാറിയത് ഞാൻ ഇപ്രകാരം പറയുന്നു, എന്തോ ഒരു വലിയ ദൈവമഹത്വം നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ മക്കളുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. വിശ്വസിച്ചോ? ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ? സംഭവിച്ചെന്താണ്? യേശു പറഞ്ഞതനുസരിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ വേർഡിനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നു. യേശു പറഞ്ഞതനുസരിച്ച് അവൻ ആഴത്തിലേക്ക് കടന്നു ചെന്നു, വല വീശുവാനിടയായി തീർന്നു. പത്രോസിന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നു കാണാത്ത അത്ഭുതം. ഓ, ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ ഇതുവരെ നടന്നു കാണാത്തതായ പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ! ഇതുവരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള ദൈവിക മാറ്റങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ! യേശുവിന്റെ വാക്കിന് മുൻപിലാണ് നീ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, യേശു പറഞ്ഞതുപോലെയാണ് നിന്റെ സ്റ്റെപ്പുകൾ നീ എടുത്തു വെക്കുന്നതെങ്കിൽ, നിന്റെ ജീവിതകാലത്ത് നീ പരാജയത്തിലേക്ക് പോകയില്ല. ഏതെങ്കിലും മേഖലകൾ നീ പരാജയത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് നിനക്ക് തോന്നിയാൽ അവിടെ നിനക്ക് വേണ്ടി ദൈവകരം വെളിപ്പെട്ടിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ നിന്റെ ജീവിതത്തിന്മേൽ, ഈ സീസന്റെ മേൽ ദൈവകരം വന്നു ഭവിക്കുകയാണ്. പത്രോസ് ഞെട്ടിപ്പോയി. കഴിഞ്ഞ നീണ്ട ദീർഘ വർഷങ്ങൾ യേശുവിനേക്കാൾ അധികമായി ഈ ഗലീല തടാകത്തെ പറ്റി വ്യക്തമായി അറിവുള്ളവനാണ് പത്രോസ്. പക്ഷേ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ എന്റെ യേശുവിന്റെ വാക്കിന് മുമ്പിൽ അവൻ വലയിറക്കി കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ രീതിയിൽ മീൻകൂട്ടം വന്നു ചേർന്നു. ഇത് ഞാൻ പറയുമ്പോൾ നീ അറിയാതെ തന്നെ നിന്റെ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് വരട്ടെ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഭൂതശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന് ഇന്നും അത്ഭുതം ചെയ്യാൻ പറ്റും. ദൈവത്തിന് ഇന്നും നിന്റെ ഭവനത്തിന്റെ മേൽ മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റും. നിരാശയുടെ വല കഴുകിയ പത്രോസ് ചില നിമിഷങ്ങൾക്കുള്ളിൽ ആനന്ദത്തിന്റെ വലയുമായി അവൻ ഹല്ലേലൂയ ആ കടലിൽ നിന്ന് അവന്റെ പടകിലേക്ക് വലിച്ചു കയറ്റുവാനിടയായി തീർന്നു. ചിലരെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ റിലീസ് ചെയ്യുകയാണ്. നിന്റെ നിരാശയുടെ വല മാറി ആനന്ദത്തിൻ്റെതാകുന്ന അനുഭവം നീ ഭവനത്തിനകത്ത് യേശു ചെയ്യുകയാണ്.
അവൻ ഇത് പറയുമ്പോൾ ഈ വേർഡിനെ നീ സ്വീകരിക്കുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് ഇന്നു തൊട്ട് നടത്തുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നഷ്ടം മുന്നിൽ കണ്ട പത്രോസ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എംപ്റ്റി ആയി കടന്ന, ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ ഹല്ലേലൂയ ആനന്ദത്തിന്റെ മീൻകൂട്ടം അവൻ കാണുവാനിടയായി തീർന്നു. ചിലരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അത്ഭുത കരത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. പോലിയാസി ലേക്കൊറമോലിയ ചർബലഘടക സംധര. നീ തകർച്ചയിലേക്ക് പോകാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. നീ നഷ്ടത്തിന്റെ അനുഭവത്തിൽ സഞ്ചരിക്കാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് ഉയർച്ചയിലേക്ക് നടത്തുവാൻ, ദൈവമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുവാൻ, പോകുന്ന മേഖലകളിലൊക്കെ ദൈവപ്രവൃത്തി നീ കാണുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ചില ഭവനങ്ങളിൽ കിടക്കുന്ന ദുഷ്ടതയുടെ അനുഭവങ്ങൾ, പൈശാചിക മേഖലയുടെ അറ്റാക്കുകൾ, പ്രത്യേകിച്ച് ഉറങ്ങാൻ പറ്റാതെ വേദനയിൽ കൂടി നിരാശയിൽ കൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു: യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഉറങ്ങുമ്പോൾ ദുർസ്വപ്നങ്ങൾ കാണുന്ന രീതിയിൽ ഞെട്ടി ഉണർത്തുന്ന, പേടിച്ച് ഞെട്ടി അവർ എഴുന്നേൽക്കുന്ന അനുഭവങ്ങളിൽ എന്നെ കാണുന്നവരുണ്ട്. അവരോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്: ദൈവിക സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 9 മണി തൊട്ട് 10 മണി വരെ ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ പ്രൈസ് ദി ലോർഡ് ശബ്ദമേറിയ നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ പറ്റുന്ന പ്രവചന ശബ്ദം, 2 മിനിറ്റിൽ താഴെയുള്ള പ്രവചന ശബ്ദം ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും. ഈ സീസണിൽ ഒന്നിനും നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നീ മുന്നേറും, നീ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. കാരണം നഷ്ടത്തിൽ കിടക്കുവാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്ന. ദൈവം നിന്റെ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്റെ ജീവിതത്തിന്മേൽ നിന്നെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നിനും വിജയിക്കാൻ പറ്റുകയില്ല. യേശുവുള്ള ബോട്ടിന്മേൽ തിരമാലകൾ അടങ്ങിയേ പറ്റുകയുള്ളൂ. യേശുവുള്ള ബോട്ടിന്മേൽ നിന്നെ കൊല്ലുവാൻ കടന്നു വന്ന രോഗങ്ങൾ, ദുഃഖങ്ങൾ അഴിഞ്ഞു മാറിയേ പറ്റുകയുള്ളൂ. ഇത് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊരു രോഗത്താൽ ഭാരപ്പെടുകയാണ്, പൈശാചിക അറ്റാക്കിൽ നിങ്ങൾ കിടക്കുകയാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ ഞാൻ ഫ്രീഡത്തെ കൽപ്പിക്കുകയാണ്. ഉറക്കമില്ലായ്മ, ദുർസ്വപ്നം, ഭയപ്പെടുത്തുന്ന അനുഭവം, ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, വ്യക്തികളിൽ നിന്ന് വിട്ടുപോകട്ടെ. അത്ഭുതത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുക. ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1 മണി വരെയുള്ള സമയമാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്ന ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് മാറ്റാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വലിയ മാറ്റത്തിന് വേണ്ടി റെഡിയാവുക. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.